എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചക്കക്കുരുവും മുട്ടയും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു വലുപ്പത്തിൽ റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചക്കക്കുരു വെന്ത് വരുമ്പോൾ നല്ല മാവുള്ള ചക്കക്കുരു നോക്കി എടുക്കണം, എന്നാലേ ഈ തോരന് നല്ല ടേസ്റ്റ് കാണുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു എല്ലാം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്തെടുത്ത ചക്കക്കുരു നമുക്ക് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് 2 പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നല്ല രീതിക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരു നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഈ ചക്കക്കുരു അങ്ങ് മാറ്റി വയ്ക്കാം. ഇത് 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ ഇത് വളരെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയും ഇതേപോലെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് ഇതേപോലെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി എൻ്റെ കൂടെ കാണാം, അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ചക്കക്കുരു ഉള്ളിയിലൊക്കെ കിടന്ന് നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് വെച്ച് നല്ല രീതിയിൽ ആ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് ചിക്കി തോർത്തിയെടുക്കാം. വെള്ളമെല്ലാം നല്ല രീതിയിൽ വറ്റിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് അടുപ്പിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ നന്നായി ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് 1 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ തോരൻ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കക്കുരു മുട്ട തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.